ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എൻ്റെ ഋതുക്കുട്ടിയുടെ സ്കൂളിൽ പോകുന്ന ആദ്യത്തെ ദിവസം പ്രീ സ്കൂളാണേ. സ്റ്റിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം 3 വർഷം എൻ്റെ ചിറകിൻ്റെ അടിയിൽ ഞാൻ വെച്ച് ഞാൻ മാത്രം അവളെ നോക്കിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ വളർത്തിയ അവൾ എന്നിൽ നിന്ന് മാറി നിൽക്കാൻ പോവുക ആദ്യമായിട്ട്. വിഷമമുണ്ടോ സങ്കടമുണ്ടോ എന്ന് വെച്ചാൽ സങ്കടമുണ്ട്, അതേപോലെ എക്സൈറ്റഡുമാണ്. അപ്പം തലേദിവസം രാത്രിയാണ് ഞാൻ പറഞ്ഞിട്ടൊക്കെയാണ് കിടത്തിയത് ഇന്ന് സ്കൂളിൽ പോകണമെന്നൊക്കെ. അങ്ങനെ അവൾ സന്തോഷമായിട്ട് എണീച്ചത്, ആ ചിരിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ കുറച്ച് നേരം അവളെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ബ്രഷ് ചെയ്യാനായിട്ട് കൊടുത്തു കേട്ടോ. അവൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്യും കേട്ടോ. പിന്നെ അവളെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി കുളിപ്പിച്ച് ടവലൊക്കെ ചുറ്റി നിർത്തിയേക്കുക. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത്. അപ്പം നെയ്യൊക്കെ ഇട്ട നല്ല അപ്പമായിരുന്നു. ആ സമയത്തേക്ക് ഞാൻ അവൾക്ക് ടിഫിൻ ബണ്ണിൽ ചോക്ലേറ്റും തേച്ചു, പിന്നെ നട്ട്സും വെച്ച് കേട്ടോ. ഇന്ന് ടിഫിൻ മാത്രം മതിയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ടിഫിൻ മാത്രം കൊടുത്തു. പിന്നെ ഈ ഡ്രസ്സാണ് ഇടുന്നത്, ഷൂസ്, ലഞ്ച് ബോക്സ്, ബോട്ടിൽ. എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര. അങ്ങനെ റെഡിയാക്കി. അത് കഴിഞ്ഞ് തമ്പാട്ടിയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. വിളക്കൊക്കെ കത്തിച്ചു. കൃഷ്ണനെയും മുത്തപ്പനെയും പറശ്ശിനി മുത്തപ്പനെയും എല്ലാം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈശോപ്പടുത്ത് പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഡാഡിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് കേട്ടോ. ഇത് എന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റാണ്. അത് കഴിഞ്ഞ് അവൾ എൻ്റെ അനുഗ്രഹം വാങ്ങി. പിന്നെ അവളെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ആൾ. ഞാൻ ഇന്നത്തെ ദിവസം ഒരുപാട് മിസ് ചെയ്തു എൻ്റെ പപ്പയെ. അപ്പോൾ വീഡിയോ കോൾ ചെയ്തു പപ്പയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു, അനുഗ്രഹം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പം മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ടല്ല, ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ കാറിലൊക്കെ കയറ്റി ഞാൻ ഇരുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടും പോകുന്നോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറ്റിച്ചേട്ടോ. അങ്ങനെ കാർ ഇറക്കിയപ്പോഴത്തേക്ക് മഴ ഇച്ചിരി ഉറച്ചു കേട്ടോ. നല്ല സൂചനയാണെന്നാണല്ലോ പറയുന്നത് മഴ പെയ്ത. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. അപ്പോൾ അവളെ ടീച്ചർ വന്ന് വിളിച്ചു. അപ്പം ഒരു ഫോട്ടോ സെഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ വെൽക്കമിൻ്റെ അവിടെ ഇരുത്തി. അപ്പോൾ ഋതുവിൻ്റെ ഫോട്ടോ എടുത്തു, പിന്നെ നമ്മളെ ഫോട്ടോയും എടുത്തു കേട്ടോ. അങ്ങനെ ബലൂണും ഗിഫ്റ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ടീച്ചർ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഋതുവിനെ കേട്ടോ. ഋതുവിനും കുഴപ്പമൊന്നുമില്ല, കരച്ചിലൊന്നുമില്ല. ഋതു എല്ലാ ക്ലാസ് റൂമൊക്കെ പോയി നോക്കിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ചിന്നു റോയി വെളിയിൽ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അവളങ്ങ് അകത്ത് കയറിപ്പോയി. ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് വരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുഞ്ഞ് കരഞ്ഞില്ല, പക്ഷെ ഞാൻ കരഞ്ഞു. വീട്ടിൽ വന്നിട്ടും കാറിലിരുന്നു എല്ലാം കരഞ്ഞു ഞാൻ. എനിക്കറിയില്ലായിരുന്നു, വല്ലാത്തൊരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 12 മണിയായപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടി ചെന്നു കേട്ടോ. എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. എൻ്റെ സങ്കടമെല്ലാം ആ നിമിഷം അലിഞ്ഞു തീർന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്ന് എന്താ ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ പെൻസില്, ഇറേസർ, പിന്നെ ഒരു ചോക്ലേറ്റ്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ദിവസത്തിന് ദൈവത്തിന് നന്ദി. അപ്പം ഞങ്ങളെ മകൾക്ക് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.